ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യത്തിന്റെ പ്രകാശ ഗോപുരമായി ലോകത്തിലേക്ക് കടന്നു വന്ന പുണ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മങ്ങളുടെ അനുഗ്രഹീതമായ ഈ റബീഉൽ മാസത്തിലെ ഈ നിമിഷത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് സുബ്ഹാനഹു അൽഹംദുലില്ലാഹ്. കൂട്ടുകാരെ, നാം ഇന്ന് ജീവിക്കുന്നത് വിനാശകരമായ യുദ്ധങ്ങളുടെ നിലയിലാണ്. ഫലസ്തീനും ഗസയിലും നമ്മൾ കണ്ട ചോരയും ദൃശ്യങ്ങൾക്ക് പിന്നാലെ ഇതാ അമേരിക്കയും ഇറാനും തമ്മിലെ യുദ്ധവും സൈനിക ആക്രമണത്തിന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിലെ സംഘർഷങ്ങളും മിസൈലാക്രമണങ്ങളും കാരണം ലക്ഷക്കണക്കിന് നിരപരാധികളായ ആളുകളാണ് ഭയങ്കര കൊടുതിയിൽ കഴിയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ലോകം എത്ര പുരോഗമിച്ചു എന്നാലും മനുഷ്യത്തെ മരവിച്ചു പോയ ഒരു യുദ്ധകാലത്താണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമകാലിക സമാധാന ദർശനത്തിന് പ്രസക്തിയേറുന്നത്. വിശുദ്ധ ഖുർആൻ പ്രവാചകനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ലോകർക്കാകെയും കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. പ്രവാചകൻ കാണിക്കുന്നത് യുദ്ധത്തിന്റെ വഴിയല്ല, മറിച്ച് സമാധാനത്തിന്റെ സഹിഷ്ണുതയുടെ വഴിയാണ്. അനിവാര്യമായ ഘട്ടങ്ങളുണ്ടായ പ്രതിരോധി വീട്ടിൽ പോലും കർശനമായ മാനസിക നിയമങ്ങൾ എടുത്ത ചരിത്രമാണ് പ്രവാചകന്റെ. ഒരു യുദ്ധരംഗത്തേക്ക് സൈനികരെത്തുമ്പോൾ പ്രവാചകൻ നൽകിയ കൽപ്പനകൾ ഈ ലോകത്തെ ശക്തികൾക്കും ലോക ഭരണാധികാരികൾക്കും ഒരു വലിയ പാഠമാണ്. ശിവൻ അഹിതാവിൽ വന്ന ഒരു ഹദീസ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, നിങ്ങൾ യുദ്ധഭൂമിയിൽ വെച്ച് വൃദ്ധരെയോ കൊച്ചു കുഞ്ഞുങ്ങളെയോ സ്ത്രീകളെയോ കൊല്ലരുത്. ഇതിനോടൊപ്പം ആരാധനായങ്ങൾ കഴിയുന്ന പുലവീതന്മാരെ ആക്രമിക്കരുതെന്നും പച്ചമരങ്ങൾ മുറിക്കരുതെന്നും കുടിവെള്ള സ്രോതസ്സുകൾ നശിപ്പിക്കരുതെന്നും പറഞ്ഞു. ശത്രുക്കളോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച പ്രവാചകന്റെ മാതൃകയേക്കാൾ ഏറ്റവും വലിയ മാതൃക ഇന്ന് ലോകത്ത് എവിടെയാണ് ലഭിക്കുക? തന്റെ ജന്മനാട്ടിൽ നിന്ന് നാട്ടി ഒടുക്കപ്പെടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ശത്രുക്കൾ മക്കാ വിജയത്തിന്റെ നാളിൽ നബിതങ്ങളുടെ മുമ്പിൽ തട കൊണ്ടു നിന്നപ്പോൾ നബിതങ്ങൾ യാതൊരു പ്രതികാരവും കിട്ടാതെ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളോട് യാതൊരു പ്രതികാരവും ഇല്ല, ഇനി നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പൊതുമാപ്പ് നൽകിയ പ്രവാചകൻ സഹിഷ്ണുതയുടെ കൊടുമുടിയെ നമുക്ക് കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, നബിദിനാഘോഷം എന്നത് കേവലം റാലികളിലോ മുത്തുകൊടികളിലോ ഒതുങ്ങേണ്ട ഒന്നല്ല. യുദ്ധവും വർഗീയ മനുഷ്യരെ പ്രകടിപ്പിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒതുങ്ങേണ്ട ഒന്നാണ്. സ്വാതന്ത്ര്യം